ഹൽക്കൻ ഫാമിലി എന്ന് പറയുന്നൊരു ഫാമിലി വ്ളോഗർ ഉണ്ട്. പലർക്കും അവരെ അറിയുന്നുണ്ടാകുമെന്ന് കരുതുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവര് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ മറ്റൊന്നുമല്ല, ഹൽക്കൻസ് ഫാമിലിയിലെ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള അനീഷും ഐശ്വര്യയും വിദേശത്താണ് താമസിക്കുന്നത്. അവരുടെ 2 മക്കളാണെങ്കിൽ കഴിഞ്ഞ 2 മാസമായിട്ട് നാട്ടിൽ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെയാണ് ഉള്ളത്. അങ്ങനെ 2 മാസത്തിന് ശേഷം ഈ മക്കൾ വിദേശത്തുള്ള അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് വരുന്നതാണ് വീഡിയോ. മക്കൾ വരുന്നത് അനീഷിനോടും ഐശ്വര്യയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. സർപ്രൈസ് ആക്കി വെച്ചതാണ് പോലും. അങ്ങനെ അനീഷ് എയർപോർട്ടിൽ പോയി മക്കളെ പിക്ക് ചെയ്ത് റൂമിലേക്ക് വരുന്നു. മക്കൾക്ക് 2 പേർക്കും എന്തോ ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടാണ് മക്കളെയും കൊണ്ട് അനീഷ് റൂമിലേക്ക് വരുന്നത്. അങ്ങനെ റൂമിലെത്തി 2 മക്കളും ചെറിയ ഉറക്കപ്പിച്ചിലൊക്കെയാണ് ഉള്ളത്. അങ്ങനെ അനീഷ് എന്താക്കി, ഒരു കുട്ടിയോട് നിനക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് അവന് ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു. അത് കേട്ട് കുട്ടി ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി അനീഷിനെ നന്നായി ആക്രമിക്കുകയുണ്ടായി. ഒന്നാമത് കുട്ടി ഉറക്കപ്പിച്ചിലാണ്. ഈ ഉറക്കപ്പിച്ചിലുള്ള കുട്ടികളുടെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. അങ്ങനെയുള്ള ഉറക്കപ്പിച്ചിലുള്ള കുട്ടിയോട് നിനക്ക് ഗിഫ്റ്റ് തരില്ല എന്ന് പറഞ്ഞ് ചൊറിയാനും കൂടി പോയതോടെയാണ് കുട്ടി ആക്രമാസക്തനായി മാറിയത്. അതിലിപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അച്ഛനും മക്കളൊക്കെ ആവുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അച്ഛൻ മക്കളെ വാശി പിടിപ്പിക്കും, മക്കൾ കുറുമ്പ് കാട്ടും, അതെല്ലാം സ്വാഭാവികമാണ്. പക്ഷെ എല്ലാറ്റിനും ഒരു പരിധി ഉണ്ട് അല്ലെ. മക്കളുടെ കുറുമ്പൊക്കെ ഒരു രസമാണ്. പക്ഷെ അത് ഏത് ലെവൽ വരെ പോകണമെന്ന് തീരുമാനിക്കേണ്ടതും അവരെ നിയന്ത്രിക്കേണ്ടതും മാതാപിതാക്കളുടെ കടമയാണ്. അപ്പൊ ഇങ്ങനെ കുറുമ്പ് കാണിക്കുമ്പോൾ മക്കൾ ആക്രമാസക്തരാകുമ്പോൾ മാതാപിതാക്കൾ എന്ത് ചെയ്യണം? മക്കളോട് ശക്തമായി നോ പറയണം. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയണം. പക്ഷെ ഇവിടെ അനീഷ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഗിഫ്റ്റ് അങ്ങോട്ട് എടുത്തു കൊടുത്ത് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഇത് കണ്ട ഹൽക്കൻസ് ഫാമിലിയിലെ പ്രേക്ഷകർ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് അവരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. കുഞ്ഞുങ്ങൾ ഇങ്ങനെ വാശി പിടിക്കാൻ അനുവദിക്കരുത്, മാതാപിതാക്കളെ ആണെങ്കിലും ഇങ്ങനെ ആക്രമിക്കാൻ അനുവദിക്കരുത്, നിങ്ങൾ പാരന്റിങ്ങിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പല രീതിയിലും അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ഇത് പക്ഷേ അനീഷനും ഐശ്വര്യക്കും തീരെ അങ്ങോട്ട് പിടിച്ചില്ല. മകന്റെ വാശിയെ കുറിച്ച് കമന്റ് ചെയ്ത പലർക്കും വളരെ മോശം രീതിയിലാണ് അനീഷ് റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. ചിലരുടെ തന്തയ്ക്ക് വരെ വിളിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. കുട്ടികളാകുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കും, ഞാൻ അവനെ വാശി പഠിപ്പിച്ചത് കൊണ്ടാണ് അവൻ എന്നെ ആക്രമിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അനീഷ് ഈ സംഭവത്തെ ന്യായീകരിക്കുന്നത്. നമുക്ക് എന്തായാലും വിവാദത്തിന് കാരണമായിട്ടുള്ള ആ വീഡിയോ ക്ലിപ്പ് ആദ്യം കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ലൈറ്റ് ഉണ്ടോ? ഇവിടെ ലൈറ്റ് ഇല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, അമ്മയോട് പോലും പറയാതാണ് മക്കളെ കൊണ്ടുവന്നത്. അമ്മക്കൊരു സർപ്രൈസ് കൊടുത്തതാണെന്ന് നോക്കി. അതാണ് നമ്മളിപ്പോ കണ്ടത്. ഇനിയിപ്പോ സർപ്രൈസ് ആണോ അതോ റീച്ചിന് വേണ്ടിയുടെ നാടകമാണെന്നൊക്കെ ആർക്കറിയാം. എന്തായാലും ഇതിന് ശേഷമാണ് കുട്ടി അനീഷിനെ ആക്രമിക്കുന്നത്. നമുക്ക് എന്തായാലും ആവുന്ന കണ്ടോക്കാം. അങ്ങനെ ഇവളുടെ സർപ്രൈസ് കഴിഞ്ഞു. ഇനി പപ്പയ്ക്ക് അമ്മയ്ക്കും ഇവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. അടുത്ത വീഡിയോ പറയാം. ഗണ്ണേ അച്ഛനെ കിടി അച്ഛനെ നോക്കല്ലേട്ടോ, അച്ഛനെ നോക്കല്ലേട്ടാ. സാധനം നോക്കാൻ വേണ്ടി പോണവൻ. എനിക്കറിയാം നീ ഓടിക്കാൻ പോണ. എനിക്കറിയില്ല കേട്ടാ, ഇല്ലേട്ടാ നിനക്ക് പപ്പയുടെ കൂടെ കിടന്നല്ലോ കേട്ടാ. ഇല്ല നാളെ കൊടുക്കാന്ന് വിചാരിച്ചാ, പക്ഷെ ചവിട്ടി തവിടിയിരിക്കുന്നു. കാര്യം പാവണ നന്ദിയാ.
എന്റെ പപ്പയ്ക്ക് കൊടുക്ക. ഒരു മോൾക്ക് പപ്പയ്ക്ക് ആ വണ്ടി വിളിച്ച് പോയി ചവിട്ട് പിടിക്കായിരുന്നു. ചേട്ടനൊക്കെ പറഞ്ഞേ ഈശോ കണ്ടില്ലേ, ഇതാണ് സംഭവം. ആ കുട്ടി കട്ടിലിൽ നിന്ന് ഇറങ്ങി പോയ സമയത്ത് നിനക്കിന്ന് ഗിഫ്റ്റ് ഒന്നും തരില്ല, പപ്പന്റെ കൂടെ കിടന്നാൽ മാത്രമേ ഗിഫ്റ്റ് തരുള്ളൂ എന്നെങ്ങാനും മാത്രമേ അനീഷ് പറഞ്ഞിട്ടുള്ളൂ. അതിനാണ് ആ കുട്ടി കിടന്ന് അങ്ങനെ വാശി കാണിച്ചത്. നല്ല രീതിയിൽ അനീഷിനെ ഉപദ്രവിക്കുകയും ചെയ്തു. അലമാരയിൽ നിന്നും ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുമ്പോൾ അനീഷിന്റെ മുഖഭാവം ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും അയാൾ ആകെ അങ്ങോട്ട് ഇല്ലാണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവരുടെ വീഡിയോയിൽ ഇങ്ങനെ ഒരു സീന് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പാരന്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത് സ്വാഭാവികമാണ്. കാരണം കുഞ്ഞുങ്ങളുടെ ഇത്തരം സ്വഭാവത്തെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കുട്ടികളല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിസാരവൽക്കരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കുഞ്ഞുങ്ങളെ വാശി പിടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന സമയത്ത് അവരെന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്തു കൊടുത്ത് പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കുകയല്ല വേണ്ടത്. അങ്ങനെ പരിഹരിച്ചാൽ ആ കുഞ്ഞ് വീണ്ടും ഇതേ പരിപാടി തന്നെ ആവർത്തിക്കും. അവന്റെ കുഞ്ഞ് മനസ്സിൽ കിട്ടുന്ന സന്ദേശം എന്താണ്? വാശി പിടിച്ച് അച്ഛനെ രണ്ടിടി ഇടിച്ചു കഴിഞ്ഞാണെങ്കിൽ എന്ത് സംഭവം നടക്കും എന്നുള്ളൊരു ചിന്താഗതി അവന്റെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു കിടക്കും. അതൊരിക്കലും നല്ലതല്ല. ഈ ഒരു കാര്യം മാത്രമേ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിന് അഹങ്കാരം നിറഞ്ഞ മറുപടിയാണ് അനീഷും ഐശ്വര്യയും കൊടുത്തിട്ടുള്ളത്. ഞാൻ ഏതായാലും ചില കമന്റ്സും അതിന് ഐശ്വര്യയും അനീഷും കൊടുത്ത മറുപടി ഒന്ന് വായിച്ചു തരാം. അപ്പന്റെ മുഖത്ത് ചവിട്ടിയപ്പോൾ ഒരു കുഞ്ഞടി കൊടുക്കണമായിരുന്നു, ഇല്ലെങ്കിൽ ഇനിയും പിള്ളേർ അത് ആവർത്തിക്കും ചേച്ചി. ഇതിന് അനീഷ് കൊടുത്ത മറുപടി ഒന്ന് വായിച്ചു നോക്കാം. അതൊക്കെ ഈ പ്രായത്തിലല്ലേ ഉണ്ടാവും, 3 വയസ്സല്ലേ ഉള്ളൂ അതിന്. ഓക്കെ, കുഞ്ഞിനായി 3 വയസ്സല്ലേ ഉള്ളൂ, അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നാണ് ഹൾക്കൻസ് ഫാമിലി ഇതിന് മറുപടി ആയിട്ട് പറയുന്നത് അല്ലേ? പക്ഷെ ഇവരുടെ മറുപടിക്ക് കൃത്യമായിട്ട് മറ്റൊരു മറുപടി വേറൊരാൾ കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചു തരാം. ഈ പ്രായത്തിലാണ് തിരുത്തേണ്ടത്, വലുതായാൽ ബുദ്ധിമുട്ടാകും. അതെ, അതൊക്കെ അത്രേ ഉള്ളൂ. ഈ പ്രായത്തിലാണ് തിരുത്തേണ്ടത്. സിമ്പിൾ. 3 മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഈ സമയത്താണ് കുട്ടികളുടെ സ്വഭാവം രൂപപ്പെട്ടു വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. വാശി കാണിക്കുക എന്നൊക്കെ പറഞ്ഞത് ഒരു 3 വയസ്സുകാരൻ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിനെ നമ്മൾ മുതിർന്നവർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. കുഞ്ഞല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് നിസാരവൽക്കരിക്കുകയല്ല ചെയ്യേണ്ടത്. പകരം ചെയ്യാൻ പാടില്ല, അച്ഛനെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കണം. കുട്ടി കരഞ്ഞു, നിലവിളിച്ചു, അച്ഛനെ ഇടിച്ചു, അവസാനം അവനെ കളിപ്പാട്ടും ചോക്ലേറ്റും ഒക്കെ കിട്ടി. ഇതിൽ നിന്ന് കുട്ടി മനസ്സിലാക്കുന്ന എന്താണ്? ഞാൻ കൂടുതൽ വാശി പിടിച്ചു കഴിഞ്ഞാണെങ്കിൽ എനിക്ക് കൂടുതൽ സംഭവങ്ങൾ കിട്ടും എന്നാണ് അല്ലേ? ഇങ്ങനെ ഒരു പെരുമാറ്റത്തിന് ശേഷം കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ ആ പെരുമാറ്റം ആവർത്തിക്കാനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് തന്നെ വാശി നിർത്തിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നത് ഒരിക്കലും നല്ല രീതിയല്ല. എന്നാൽ അമിതമായി ശകാരിക്കുകയോ അടിക്കുകയോ ചെയ്യേണ്ട ആവശ്യവുമില്ല. പകരം ശാന്തമായി ഉറച്ച നിലപാടോട് പ്രതികരിക്കുകയാണ് വേണ്ടത്. എത്ര കരഞ്ഞിട്ടും കാര്യമില്ല, നല്ലപോലെ നിന്നാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ എന്നവന് മനസ്സിലാവണം. അങ്ങനെ ഒരു നല്ല മാതൃക സൃഷ്ടിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ കുട്ടി അടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിനെ ശക്തമായി വിലക്കണം. അടിക്കാൻ പാടില്ല എന്ന് തന്നെ പറയണം. ഇങ്ങനെ എപ്പോഴൊക്കെ വാശി പിടിക്കുന്നു അപ്പോഴെല്ലാം ഇങ്ങനെ ഉറച്ച നിലപാടിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ പതുക്കെ കുഞ്ഞിന്റെ സ്വഭാവം മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ തനി മലയാളി എന്ന് പറയുന്ന ചാനലിൽ ഒരു വീഡിയോ കാണേണ്ടിയായി. ഞാൻ അന്നിവിടെ പ്ലേ ചെയ്യാം. കടിച്ചു കടിച്ച് എന്റെ ഷോൾഡർ മറ്റേ ചുവന്ന നോക്കി നോക്ക്. ഞാൻ ഇപ്പൊ എക്സ്പ്രഷൻ കൊടുക്കാതിരിക്കുക, കൊടുത്താൽ കൂടുതൽ കടിക്കും. സന്തോഷം. ഓക്കെ, അതാണ് ഇത് തനി മലയാളിയിലെ ഐശ്വര്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കുഞ്ഞായിട്ടുള്ള യുവി എന്ന് പറയുന്ന കുട്ടി പിറന്നാളിന്റെ സമയത്ത് എന്തോ അമ്മേനെ കയറി കടിച്ച്. ആ സമയത്ത് അപ്പുറത്ത് നിന്നും അമ്മുമ്മ വിലക്കുന്നതാണ് നമ്മളിപ്പോ കണ്ടത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു മാതൃകയാണ് അല്ലേ? കുഞ്ഞുങ്ങൾ അതിക്രമങ്ങൾ കാണിക്കുന്ന സമയത്ത് ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ അവരെ വിലക്കി തുടങ്ങണം. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണമായി കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് നേരെ ഹൾക്കൻസ് ഫാമിലിയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ ഹൾക്കൻസ് ഫാമിലിയിൽ നമ്മൾ നേരത്തെ കണ്ട വീഡിയോക്ക് താഴെ ഇനിയും ചില കമന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ ഇവർ വോയിസിലൂടെ റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ചിലതൊക്കെ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കാം. അച്ഛനമ്മമാർ നോക്കേണ്ട പ്രായത്തിൽ അവർ തന്നെ നോക്കണം, അല്ലെങ്കിൽ വാശിയും വൈരാഗ്യം കൂടും. വല്യമ്മയും വല്യച്ഛനും ഒക്കെ മക്കൾക്ക് അത് കളിക്കും. ഇതിന് ഒരു വോയിസ് ആയി കൊടുത്ത റിപ്ലൈ ഒന്ന് കേട്ടോക്കാം. അപ്പം ഈ അച്ഛനും അമ്മയും മരിച്ച കുട്ടികളുടെ അവസ്ഥയോ? അവരും ഈ വാശിയും വൈരാഗ്യമൊക്കെ കൊണ്ടാണോ ജീവിച്ചു പോകുന്നത്? നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ വിലയിരുത്തണമെന്ന് മനസ്സിലാവണില്ല. ഒരു 4 വയസ്സാവാൻ പോകുന്ന കുട്ടിയുടെ 2 മിനിറ്റിന്റെ ക്യാരക്ടർ വെച്ചിട്ട് ഇങ്ങനെ ചുമ്മാ വിലയിരുത്തുക. കേട്ടല്ലോ. ഇനി നമുക്ക് അടുത്ത കമന്റ് ഒന്ന് വായിച്ചു നോക്കാം. മോന്റെ ദേഷ്യം വാശിയും കഴിഞ്ഞ് ചേട്ടന്റെ മുഖം കണ്ടപ്പോൾ സങ്കടം തോന്നി, സാരില്ല അവനെ ചൊറിയാൻ പോയിട്ടല്ലേ. ഇതിന് ഇവര് കൊടുത്ത റിപ്ലൈ ഒന്ന് കേട്ടോക്കാം. എനിക്കൊരു സങ്കടമൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞ 2 മാസം അവരെ കാണാണ്ടിരുന്നിട്ട് എന്റെ ഭാര്യയോട് ചൊറിയാൻ പറ്റും. ഞാൻ അവരെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ എത്രത്തോളം ചൊറിയുണ്ടെന്നുള്ളത്. ഞാൻ അവരെ തല്ലാനോ ദേഷ്യപ്പെടാനൊന്നും പോകാറില്ല, പക്ഷെ ചൊറിയാറുണ്ട്. അത് ഉള്ളത് തന്നെ. അതിനാണ് ഇപ്പൊ അവിടെ പ്രശ്നം ഉണ്ടായത്. ആ ചവിട്ടലും വാശിയും അതുകൊണ്ട് ഉണ്ടായതാ. എയർപോർട്ട് മുതൽ അവനത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവനെയും ഇവനെയും ഡ്രോണിനെ ഞാൻ വരുത്തിച്ചത് തന്നെ. ഏതപ്പന് ട്രെയിനും ഡ്രോണിന് ജീപ്പ് മേടിച്ച് വെച്ചിട്ടെന്ന് പറഞ്ഞിട്ടാണ്. അത് കൊടുക്കാത്തതിനാണ് ആ പ്രശ്നം ഉണ്ടായത് അവിടെ. അത് കല്ലുവല്ലി. ഇതാണ് മറുപടി. ഇനി വേറൊരു കമന്റ് വായിച്ചു നോക്കാം. ഇങ്ങനത്തെ കളി കൊണ്ടാണ് അച്ഛനെയും അമ്മയും മക്കൾക്ക് വേണ്ടാത്തത്. സോ കുറച്ച് ശ്രദ്ധിക്കൂ, എല്ലാം നെഗറ്റീവായിട്ട് എടുക്കണ്ട. ഇത് കാണുന്ന എല്ലാവർക്കും മിണ്ടാതെ നിൽക്കൂല. ഇതിന് ഇവർ കൊടുത്ത മറുപടി ഒന്ന് കേട്ടോക്കാം. നിങ്ങൾ ഈ 1 മിനിറ്റ് 2 മിനിറ്റ് റീലുണ്ടല്ലോ ഈ പറയണത്, അല്ലാതെ നിങ്ങൾ ലൈഫ് ലോങ് ഇവിടെ ഒന്നുമില്ലല്ലോ ഞങ്ങളെങ്ങനെ വളർത്തണമെന്ന് അറിയാനായിട്ട്. തല്ലി പഠിപ്പിക്കാൻ തീരെ താല്പര്യമില്ല. മക്കൾ ഈ കൊച്ചു പ്രായത്തിൽ വാശിയും ദേഷ്യമൊക്കെ ഉണ്ടാവും. ഡിസിപ്ലിനോടെ പഠിക്കാനായിട്ട് ഇത് പട്ടാള ക്യാമ്പൊന്നുമല്ല. പിള്ളേരാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും.
ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടാണ് വരുന്നത്, ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് തന്നെ വലുതാവുന്നത്. വാശിയും ദേഷ്യവും മക്കൾക്ക് ഉണ്ടാവും, കൊച്ചു മക്കൾക്ക് മതൊക്കെ ഉണ്ടാവും. അല്ലാതെ മന്ദം പിള്ളേരെന്നല്ലല്ലോ. മന്ദം ബുദ്ധിയും ബോധമുള്ള നിന്റെ വർത്താനം എങ്ങനെയാ നീ ആലോചിച്ച് നോക്ക്. കൊച്ചു മക്കളോടാണ് ഈ പറയണത്. നല്ല ബോധം. പിന്നെ ഇത്തിരി കോളം പോകുന്ന കൊച്ചിനെ ഓരോന്ന് പറഞ്ഞ കേട്ടുകൊണ്ടിരിക്കുക. നിന്റെ കൊച്ചിനെ നീ വേണമെങ്കിൽ പറയിപ്പിക്ക്, എനിക്ക് സൗകര്യമില്ല കേട്ടുകൊണ്ടിരിക്കാൻ. ഇതൊക്കെ വേണമെങ്കിൽ വീഡിയോ ഉണ്ടാകാൻ മതി, ഒരു നിർബന്ധവും ഇല്ല കേട്ടാ. എന്റെ സപ്പോർട്ടും വേണ്ട ഇവിടെ. അയ്യടാ, ഇവിടെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കണ. തലക്കാലം സൗകര്യമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അനീഷും ഐശ്വര്യയും കമന്റ് ചെയ്തവർക്ക് കൊടുത്ത റിപ്ലൈ എല്ലാവരും കേട്ടല്ലോ. നല്ല രീതിയിൽ കമന്റ് ചെയ്തവർക്ക് പോലും വളരെ മോശം രീതിയിലാണ് ഇവർ റിപ്ലൈ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇനി ഇവരുടെ കമന്റ് ബോക്സിലുള്ള റിപ്ലൈ കണ്ടിട്ട് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനൊന്ന് വായിച്ചു തരാം. മക്കൾ കാണിക്കുന്നതാണ് ആളുകൾ വിമർശിക്കുന്നത്, അത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല എങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്യൂ. കാണുന്ന വീഡിയോ കാര്യം പബ്ലിക് അല്ലേ, ആളുകൾ അവരുടെ അഭിപ്രായം പറയും, അത് സ്വാഭാവികമാണ്. അതിന് ഇവർ കൊടുത്ത മറുപടി നോക്കി. ആളുകൾ മക്കളെ പറഞ്ഞ തന്തയ്ക്ക് വിളിയും കേൾക്കേണ്ടി വരും, പിന്നെ അഭിപ്രായം പറഞ്ഞാൽ തിരിച്ചും പറയും, കേൾക്കാൻ സൗകര്യമില്ലെങ്കിൽ കാണാതിരി. ഇങ്ങനെയൊക്കെയാണ് ഇവർ മറുപടി കൊടുക്കുന്നത്. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പറഞ്ഞവനെ തന്തക്കും തള്ളക്കും വിളിക്കും എന്നുള്ളതാണ് അനീഷിന്റെ നിലപാട്. ഞാൻ ഇവരുടെ കമന്റ് ബോക്സ് കുറെ നേരം ഇരുന്ന് വായിച്ചു നോക്കി. കുട്ടികളെ മോശം പറയുന്ന രീതിയിലുള്ള 1-2 കമന്റുകൾ മാത്രമേ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. ഞാൻ വേണമെങ്കിൽ 1-2 കമന്റുകൾ വായിച്ചു തരാം. കുട്ടികളൊക്കെ തന്നെ, പക്ഷേ ഇമാതിരി ബാധ കയറിയ സ്വഭാവം മുളയിലെ നുള്ളണം. പിള്ളേരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ ഇമാതിരി വെടുക്ക സ്വഭാവമൊക്കെ മാറ്റിയെടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഓക്കെ, ഇത്തരത്തിൽ കുട്ടികളെ മോശമായി പറഞ്ഞുകൊണ്ട് കമന്റ് ഇടുന്നത് മോശം തന്നെയാണ്. ഇത്തരം കമന്റുകളൊന്നും നമുക്ക് യാതൊരു തരത്തിൽ ന്യായീകരിക്കാനാവില്ല. നല്ല രീതിയിൽ കമന്റ് ഇട്ടാൽ മതിയല്ലോ. പക്ഷെ ഇത്തരത്തിലുള്ള കമന്റുകൾ വളരെ കുറവാണ്. കൂടുതലും ഇവരുടെ പാരന്റിങ്ങിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളാണ്. എന്നിട്ട് പോലും അനീഷും ഐശ്വര്യയും ആൾക്കാർ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ വളരെ മോശം രീതിയിലാണ് മറുപടി കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇവരുടെ മക്കളെ സോഷ്യൽ മീഡിയക്ക് മുന്നിൽ ഇട്ട് കൊടുക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്? അനീഷും ഐശ്വര്യക്കും തന്നെയാണ്. ആളുകൾ ഇങ്ങനെ ചീത്ത വിളിക്കുന്നതിന് പകരം സ്വയം ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് ഇവിടെ അനീഷിനോടും ഐശ്വര്യയോടും പറയാനുള്ളത്. ആളുകൾ എന്റെ കുട്ടീനെ അത് പറഞ്ഞു ഇത് പറഞ്ഞു, അതിന് പകരം ഞാൻ അവരെ തന്തക്ക് വിളിക്കും എന്ന് പറയുന്നതിന് പകരം ആളുകൾക്ക് മക്കളെ കുറിച്ച് പറയാനുള്ള സാഹചര്യം താങ്കൾ തന്നെ ഉണ്ടാക്കി കൊടുത്തതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഇനി അവസാനമായ ഒരു കമന്റ് കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളുടെ പാരന്റിംഗ് മോശമാണെന്ന് ഇവിടെ ആരും പറയുന്നില്ല. 75% ആളുകൾ 24 മിനിറ്റുള്ള ആ വീഡിയോയിൽ കുഞ്ഞിന്റെ ബിഹേവിയറിനെ പറ്റി പറയുമ്പോൾ അത് അഡ്മിറ്റ് ചെയ്ത് കുഞ്ഞിനെ തിരുത്തി കൊടുക്കുക. നിങ്ങൾ ഇങ്ങനെ എനിക്ക് റിപ്ലൈ ചെയ്യുമെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്, അതുകൊണ്ട് പറയുകയാണ്. കുഞ്ഞിനെ കഴുത്ത് പോലുള്ള സ്ഥലങ്ങളിൽ ചവിട്ടുമ്പോൾ ഷൗട്ട് ചെയ്ത് വിലക്കുക. അത് ചെയ്യുന്നത് തെറ്റാണെന്ന ബോധം കുഞ്ഞിനുണ്ടാക്കുക. നിങ്ങളൊരു അഡൾട്ട് ആയതുകൊണ്ട് ഓക്കെ, സെയിം ഏജിലുള്ള ഒരു കുഞ്ഞിനെ ആയിരുന്നെങ്കിൽ നെർവ് ഓർ സ്പൈൻ ഡാമേജ് എന്തായാലും സംഭവിക്കും. നിങ്ങളോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും മറ്റുള്ളവരോടും. ജസ്റ്റിലൊക്കെ ചവിട്ടുന്നത് വിലക്കുക. നിങ്ങൾ പാരന്റ് ആണ്, അത് ചെയ്യരുത് എന്ന് പറയാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്. ഇറിറ്റേറ്റ് ചെയ്ത് എന്തൊക്കെയോ കുഞ്ഞിനെ ഭാഗത്ത് തെറ്റിനെ ക്ലിയർ ചെയ്യാനുള്ള ന്യായീകരണം മാത്രമാണ്. എനിക്ക് മുമ്പ് കമന്റ് ഇട്ടവർക്ക് നിങ്ങളെക്കാളും എക്സ്പീരിയൻസ്ഡ് ആയ പാരന്റ്സ് ഉണ്ടാകും. അവർ പറയുന്നതെല്ലാം അതേപടി കേൾക്കണമെന്നല്ല, പറയുന്ന കാര്യത്തിൽ ശരി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാനും ഒരു അമ്മയാണ്. ഇത്തരം കാര്യങ്ങൾ എന്റെ കുഞ്ഞിന്റെ അടുത്തുനിന്നുണ്ടായാൽ ഞാൻ വിലക്കും. സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കും, ശാസിക്കേണ്ട സമയത്ത് അത് ചെയ്യും. കഴിയുമെങ്കിൽ മക്കളെ കൂടെ നിർത്തുക. അറ്റാച്ച്മെന്റ് കുറവ് നല്ലപോലെ മനസ്സിലാകുന്നുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ തന്നെയാണ് ഈ കമന്റ് ഇട്ട ആൾ നടത്തിയിരിക്കുന്നത് അല്ലേ. ഈ കമന്റിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് തൽക്കാലം അനീഷിനോടും ഐശ്വര്യയോടും പറയാനുള്ളൂ. ഇവിടെ ആരെയും മോശക്കാരാക്കാനോ കുടുംബത്തെ ആക്രമിക്കാനോ വേണ്ടി ഒന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്. കാരണം എല്ലാ മാതാപിതാക്കളും തെറ്റുകൾ വരുത്തും, ഞാനും വരുത്തും, നിങ്ങളും വരുത്തും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു വീഡിയോയിൽ ഒരു പാരന്റിംഗ് സംഭവം ചർച്ചയായപ്പോൾ അതിനെ വിമർശിച്ചവരെ ശത്രുക്കളായി കാണുന്നതിന് പകരം അതിലെന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്ന് ആലോചിക്കുന്നതാണ് കൂടുതൽ നല്ല സമീപനം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെ കുട്ടികളെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു 10 വട്ടമെങ്കിലും ആലോചിക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം. ബൈ.